ഓം ശ്രീ മഹാഗണപതിയേ നമഃ. ഓം ശ്രീ സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4 ആരംഭിക്കുകയാണ്. നാരായണീയത്തിലെ ആദ്യത്തെ 3 ദശകങ്ങളിൽ ഭാഗവതത്തിലെ 1-ാം സ്കന്ധം ചുരുക്കി വർണ്ണിക്കുകയാണ് ചെയ്തത്. ഈ 4-ാമത്തെ ദശകത്തിൽ ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധം തുടങ്ങുകയാണ്. 2-ാം സ്കന്ധത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളെ ചുരുക്കി 15 ശ്ലോകങ്ങളിലാക്കി നിർമ്മിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദശകങ്ങളിലെ ചില ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു, ഈശ്വര സാക്ഷാത്കാരത്തിനായി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കാനായിട്ട് 3 മാർഗങ്ങളാണുള്ളത്. അതായത് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം എന്നീ 3 മാർഗങ്ങളാണുള്ളതെന്നും അതിൽ ഭക്തിയോഗമാണ് സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ ഭഗവത് പ്രാപ്തി ഉണ്ടാവാനുള്ള മാർഗമെന്നും, എന്നാൽ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം ഇവ 3ഉം ഒരുമിച്ച് അനുഷ്ഠിക്കുമ്പോഴാണ് ഒരാൾക്ക് തൻ്റെ മനസ്സിനെ നാനാവിധത്തിലുള്ള പ്രവൃത്തികളിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്, എനിക്ക് അങ്ങയെ വേണ്ട വിധത്തിൽ ഉപാസിക്കാനും ജ്ഞാനയോഗം, കർമ്മയോഗം തുടങ്ങിയ യോഗമാർഗങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള ആരോഗ്യം അങ്ങ് തരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കഠിനമായ അഷ്ടാംഗയോഗ മാർഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് തന്നെ അങ്ങയെ പ്രാപിച്ചു കൊള്ളാം, അങ്ങയുടെ പ്രീതി ഞാൻ ഏറ്റവും വേഗം നേടിക്കൊള്ളാം എന്ന് ഭഗവാനോട് പറയുകയാണ്. നമുക്ക് ശ്ലോകം വായിക്കാം. കല്യതാം മമ കുരുഷ്വ താവതിം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. നമുക്ക് ആദ്യത്തെ 2 വരികളുടെ പദങ്ങളുടെ അർത്ഥമൊന്ന് നോക്കാം. കല്യതാം, കല്യത എന്നാൽ ആരോഗ്യമെന്നർത്ഥം. കല്യതാം ആരോഗ്യത്തെ, മമ എനിക്ക്, കുരുഷ്വ ചെയ്താലും തന്നാലും. കല്യതാം മമ കുരുഷ്വ എനിക്ക് ആരോഗ്യത്തെ തന്നാലും, താവതീം അത്രത്തോളം എനിക്ക് അത്രത്തോളം ആരോഗ്യത്തെ തന്നാലും. എത്രത്തോളമാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. കല്യതേ ഭവദുപാസനം യയാ, കല്യതേ സാധ്യമാക്കുവാനായിട്ട്, ചെയ്യാനായിട്ട്, ഭവദുപാസനം ഭവത് അങ്ങയുടെ ഉപാസനം, അങ്ങയെ ഉപാസിക്കൽ, അങ്ങയെ സേവിക്കൽ, അങ്ങയുടെ പാദ സേവ ചെയ്യൽ എന്ന ആ കാര്യം കല്യതേ സാധ്യമാക്കുവാനായിട്ട് യയാ യാതൊന്നുകൊണ്ടാണോ സാധിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം വേണമോ, എത്രത്തോളം എനിക്ക് അങ്ങയുടെ പാദസേവ ചെയ്യുവാൻ സാധ്യമാക്കുവാനായിട്ട് ആവശ്യമുണ്ടോ അത്രത്തോളം ആരോഗ്യം എനിക്ക് തന്നാലും. ഭഗവാനെ, എനിക്ക് എത്രത്തോളം ആരോഗ്യമാണോ അങ്ങയെ ഉപാസിക്കുവാനായി അല്ലെങ്കിൽ അങ്ങയുടെ പാദസേവ ചെയ്യുവാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അത്രത്തോളം ആരോഗ്യത്തെ എനിക്ക് തന്നാലും എന്നാണ് ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. അടുത്ത 2 വരികൾ നോക്കാം. സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. സ്പഷ്ടം ഉറപ്പായിട്ടും, അഷ്ടവിധയോഗചര്യയാ, അഷ്ടം എന്നാൽ 8, അഷ്ടവിധയോഗചര്യ 8 വിധത്തിലുള്ള യോഗചര്യകളെ ആചരിച്ചിട്ട്, അതായത് 8 വിധത്തിലുള്ള യോഗചര്യകളെന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗ മാർഗങ്ങളെയാണ് പറയുന്നത്. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന 8 യോഗങ്ങൾ, അവ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഏകോപിപ്പിച്ചിട്ട് ആത്മീയ ഉന്നതയിൽ എത്താനുള്ള ഘട്ടങ്ങളാണ് ഈ അഷ്ടാംഗ യോഗമാർഗങ്ങളെന്ന് പറയുന്നത്. ഈ അഷ്ടാംഗ യോഗമാർഗങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. എന്നാലും അഷ്ടാംഗ യോഗമാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി
ഇവയാണ് അഷ്ടാംഗയോഗ മാർഗങ്ങൾ. അപ്പോൾ പറയുകയാണ്, സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയ. സ്പഷ്ടം ഉറപ്പായിട്ടും അഷ്ടവിധ യോഗചര്യയ, ഈ അഷ്ടവിധത്തിലുള്ള 8 വിധത്തിലുള്ള യോഗചര്യകളെ ആചരിച്ചിട്ട് പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. പുഷ്ട പൂർണ്ണമായിട്ടും, ആശു വേഗം, തവ അങ്ങയുടെ, തുഷ്ടി പ്രീതി, ആപ്നുയാം ആപ്നുയാം എന്നാണ്. തുഷ്ടിം ആപ്നുയാം, തുഷ്ടിം പ്രീതി അല്ലെങ്കിൽ അനുഗ്രഹം, ആപ്നുയാം ഞാൻ നേടിക്കൊള്ളാം. അതായത് പൂർണ്ണമായിട്ടും അങ്ങയുടെ പ്രീതി ഞാൻ വേഗം തന്നെ നേടിക്കൊള്ളാം. ഉറപ്പായിട്ടും അഷ്ടവിധ യോഗചര്യയ, അഷ്ടവിധത്തിലുള്ള യോഗചര്യകളെ ആചരിച്ചിട്ട്. അങ്ങനെ ഞാൻ അങ്ങയെ ഉപാസിക്കാനുള്ള ആരോഗ്യം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 8 വിധത്തിലുള്ള കഠിനമായ യോഗചര്യകളെ ആചരിച്ചിട്ട് ഞാൻ അങ്ങയുടെ പ്രീതിയെ നേടിക്കൊള്ളാം എന്നാണ് രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഒരുമിച്ച് ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ഭഗവാനെ, എനിക്ക് എത്രത്തോളം ആരോഗ്യമാണോ അങ്ങയെ സേവിക്കുവാനായിട്ട് ആവശ്യമുള്ളത്, അത്രത്തോളം ആരോഗ്യത്തെ എനിക്ക് തന്നാലും അങ്ങനെ എനിക്ക് അങ്ങ് ആരോഗ്യം തരികയാണെങ്കിൽ ഉറപ്പായിട്ടും 8 വിധത്തിലുള്ള കഠിനമായ അഷ്ടാംഗയോഗ മാർഗങ്ങളെയൊക്കെ ആചരിച്ചിട്ട് ഞാൻ എത്രയും വേഗം അവിടുത്തെ പ്രീതിയെ അല്ലെങ്കിൽ ഇഷ്ടത്തെ നേടിക്കൊള്ളാം ഭഗവാനെ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്. കല്യതാം മമ കുരുഷ്വതാവതിം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. രണ്ടാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.